പറയുന്ന ചില സമയമുണ്ടോ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ, എല്ലാവരും സങ്കടപ്പെടുത്തുമ്പോ, പടച്ചവനെ സാമ്പത്തിക നഷ്ടം വരുമ്പോ, എല്ലാം തകർന്ന തരിപ്പണമാകുമ്പോ, ഒറ്റ നിമിഷം കൊണ്ട് പോലും ഈ ജീവിതം അവസാനിപ്പിക്കാൻ അങ്ങനെ തോന്നുമ്പോ മനസ്സിന് ധൈര്യം വേണോ? ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അല്ലാഹുവിന്റെ സഹായം വേണോ? ആയിഷ ബീവിയോട് ചോദിക്കുകയാ, നീ എന്തു പറഞ്ഞിട്ടായിരുന്നത്? നീ എന്തു പറഞ്ഞിട്ടായിരുന്നത്? നബിയേ, യാ റസൂലല്ലാഹ്, ഒരു ദിക്റ് പറഞ്ഞു നബിയേ, ഒരു ദിക്റ് പറഞ്ഞു നബിയേ. ആ ദിക്റാണ് എനിക്ക് ധൈര്യം തന്നത്. ഏത് ദിക്റാണെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ദിക്റ് പറഞ്ഞടോ, ഈ ദിക്റ് പറഞ്ഞിട്ടാണ് അവിടുന്ന് പിടിച്ചിരുന്നത് എന്ന് അവിടുന്ന് നബി തങ്ങളോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളായിരുന്നെന്ന്, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളായിരുന്നെന്ന്. നിന്റെ ഭർത്താവ് സാക്ഷി പറഞ്ഞ വജബതു ലഹുൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗം നിർബന്ധമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്. ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള 8 അവകാശങ്ങൾ പറഞ്ഞു തരാം. ഇസ്ലാം വിമർശകർക്ക് നിർബന്ധമായിട്ടും കാണുക. 1, ഒരു പെണ്ണിന് ഇഷ്ടമില്ലാതെ സ്വന്തം പിതാവിന് പോലും വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. 2, വളരെ മോശപ്പെട്ട ഭർത്താവിനെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട്. സൂറത്തുൽ ബഖറയിൽ കാണാനായിട്ട് സാധിക്കും. 3, പഠിക്കാനും വിജ്ഞാനത്തിനും അവൾക്ക് അവകാശമുണ്ട്. മറ്റു കാരണങ്ങൾ പറഞ്ഞ് അവരുടെ പഠനം നിർത്തരുത്. 4, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് അവരുടെ ഉപ്പയോ ഭർത്താവോ രക്തബന്ധമുള്ള അടുത്ത ബന്ധുവോ ആണ്. സ്ത്രീയെ സാമ്പത്തിക പിരിമുറുക്കമില്ലാതെ ജീവിക്കാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്. 5, പരമ്പര സ്വത്തിൽ അവൾക്ക് അവകാശമുണ്ട്. 6, സ്വന്തം പണം അവരുടെ മാത്രം ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. അവരുടെ സമ്പത്ത് അവരുടെ ഭർത്താവിന് പോലും അവകാശമില്ല. 7, സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, പുരുഷൻ സമ്പാദിച്ചത് പുരുഷനുമുണ്ട്, സ്ത്രീ സമ്പാദിച്ചത് സ്ത്രീക്കുമുണ്ട്. 8, സ്ത്രീക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശവും സ്ത്രീക്കുണ്ട്. ദിവസവും ഇതുപോലുള്ള